നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സാഹിത്യ മത്സര വിജയികളുടെ അനുമോദന സദസ്സും അധ്യാപക സംഗമവും പേരാമ്പ്ര പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഉപജില്ല അറബിക് അധ്യാപക കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അധ്യാപക സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കോഴിക്കോട് റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സാഹിത്യ മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പേരാമ്പ്ര ഉപജില്ലയിലെ അധ്യാപക പ്രതിഭകളെ അനുമോദിക്കാൻ വേണ്ടിയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ കഴിഞ്ഞ 10-70 വർഷക്കാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സുപ്രധാനമായ ഒട്ടേറെ തീരുമാനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയാവുന്നത് ഒരുപക്ഷെ ഭൂപരിഷ്കരണ നിയമം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വിമർശകർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള നേട്ടം 10 സെൻറ്റ് ഭൂമി പാവപ്പെട്ടവന് പതിച്ച് കിട്ടി എന്നുള്ളത് മാത്രമല്ല, ആ 10 സെൻറ്റ് ഭൂമി പണയപ്പെടുത്താനുള്ള അവകാശം കൂടി അവരുടെ കൈകളിലേക്ക് കൈവന്നു എന്നുള്ളതാണ്. ആ ഭൂമി പണയപ്പെടുത്തിയാണ് നാട്ടുമ്പുറത്തെ സാധാരണക്കാരൻ അറേബ്യൻ നാടുകളിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നട്ടതോടുകൂടി പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അറബി ഭാഷ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളും അറബി ഭാഷയും വലിയ പങ്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കാർക്കുമില്ല. ആർ.കെ. മുനീർ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ പി. മുഹമ്മദ് അലി മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി, വിന്നേഴ്സ് ട്രോഫി എന്നിവ പേരാമ്പ്ര സബ് ജില്ലയ്ക്ക് വേണ്ടി BPC നിത ടീച്ചർ ഏറ്റുവാങ്ങി. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന IME ഫൈസലിന് മുഖ്യാതിഥി സുലൈഖ ടീച്ചർ ഉപഹാരം സമർപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച അധ്യാപക പ്രതിഭകൾ ആദരമേറ്റുവാങ്ങി. VM അഷ്റഫ് മാസ്റ്റർ, ഷാജിമ ടീച്ചർ, TK നൌഷാദ് മാസ്റ്റർ, ഷാഫി മാസ്റ്റർ, ബിനീഷ് മാസ്റ്റർ, സയ്യിദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ATC സെക്രട്ടറി MT മുനീർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സൗദ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.